വഴിവിട്ട ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഒക്കെ ഇരകളാകുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. ഒരു കൗതുകത്തിനും വൈകാരികമായ താല്പര്യങ്ങളുടെ പേരിലും മറ്റു ബന്ധങ്ങൾ തേടി പോകുന്നവരുടെ ജീവിതം ദുരന്തത്തിൽ കലാശിക്കുന്നതാണ് പതിവ് കാഴ്ച. അടൂരിലെ അനുജ ടീച്ചറെ പോലെ അവിഹിത ബന്ധത്തിൻ്റെ മറ്റൊരു ഇരയാണ് മൂവാറ്റുപുഴയിലെ സിംന എന്ന യുവതി. മൂവാറ്റുപുഴയിൽ ആശുപത്രിയിൽ വെച്ച് യുവതിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. അതിനു മുൻപ് കാസർഗോഡ് അച്ഛനെ യുവാവ് തലക്കടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. മക്കളെ കുട്ടിക്കാലം മുതൽ ശിക്ഷിച്ച് വളർത്തണമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഇല്ലെങ്കിൽ അവർ കാരണം മാതാപിതാക്കൾ കണ്ണീര് കുടിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ അവർ അപകടകാരികളായേക്കാം. കാസർഗോഡ് ബേക്കലിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ ഒരു സംഭവം പരിശോധിച്ചാലും അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. പള്ളിക്കര സ്വദേശി അപ്പക്കുഞ്ഞിയെ മകൻ പ്രമോദ് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും പിതാവിന് നേരെ യുവാവിൻ്റെ ആക്രമണമുണ്ടായി. പ്രതി ലഹരിക്കടിമയെന്നാണ് സൂചന. ടോം, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിക്കരയിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത്. പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിന് സമീപം താമസിക്കുന്ന അപ്പക്കുഞ്ഞിയെ മദ്യപിച്ചെത്തിയ മകൻ പ്രമോദ് ഇരുമ്പ് വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. ഈ മകൻ പ്രമോദിനെ ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതി നിരന്തരം വീട്ടിൽ വെച്ച് ബഹളമുണ്ടാക്കുന്നത് അപ്പക്കുഞ്ഞി ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതിലുള്ള വിരോധത്തിൽ ഇന്നലെ ഉച്ചയ്ക്കും മകൻ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയുടെ പേരിൽ ബേക്കൽ പോലീസ് വധശ്രമത്തിന് കേസുമെടുത്തിരുന്നു. ഇതിനുശേഷം ഇന്ന് വൈകിട്ട് വീട്ടിലെത്തിയ പ്രതി ഈ വൈരാഗ്യത്താൽ ഇരുമ്പ് വടി കൊണ്ട് പിതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പക്കുഞ്ഞിയുടെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ടോം, ഒരു കൗതുകത്തിനും വൈകാരികമായ താല്പര്യങ്ങൾക്കും വേണ്ടി സൗഹൃദങ്ങൾ തേടിപ്പോകുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് ഇത്തരം അവിഹിത ബന്ധങ്ങൾ പലപ്പോഴും വലിയ ദുരന്തത്തിൽ കലാശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എറണാകുളം മൂവാറ്റുപുഴയിൽ ആശുപത്രിയിൽ വെച്ച് യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിൻ്റെ കാരണവും സുഹൃത്ത് ബന്ധത്തിലെ പ്രശ്നങ്ങളാണ്. മൂവാറ്റുപുഴ സ്വദേശിനി സിംനയെ സുഹൃത്ത് ഷാഹുൽ അലി മകളുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതി അപകടനില തരണം ചെയ്തു. പ്രതിയുടെ അറസ്റ്റ് ഉടൻ പോലീസ് രേഖപ്പെടുത്തി. ഷാഹുൽ അലിയുടെ കയ്യിലെ മുറിവ് ആഴത്തിലുള്ളതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. ഷിംനയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇന്നലെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ 11ാം വാർഡിൽ പിതാവിന് ഭക്ഷണം നൽകിയ ശേഷം ഗർഭിണിയായ മകൾക്കൊപ്പം പ്രസവ വാർഡിന് മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ഷാഹുൽ ഇവർക്ക് മുന്നിലേക്ക് കത്തിയുമായി ചാടി വീണത്. ഷിംനയെ പിടിച്ചു നിർത്തി കത്തികൊണ്ട് കഴുത്ത് മുറിക്കുകയായിരുന്നു. താഴെ വീണ യുവതിയുടെ ശരീരത്തിലും 6 തവണ കുത്തി. പരിസരത്തുണ്ടായവരും ആശുപത്രി ജീവനക്കാരും ഓടിയെത്തിയതോടെ ഷാഹുൽ ബൈക്കിൽ രക്ഷപ്പെട്ടു. ഷട്ടിൽ ഉൾപ്പെടെ രക്തം കണ്ട പോലീസാണ് പിന്നീട് ഇയാളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത്. സിംനയുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ നാട്ടിലുണ്ട്. പ്രതിയും ഷിംനയും അയൽവാസികളായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ സൗഹൃദവുമുണ്ടായി. ഇടയ്ക്ക് ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാകുകയും ചെയ്തു. ഷിംന ജോലി ചെയ്തിരുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെത്തിയ ഷാഹുൽ ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഷിംനയുടെ സുഹൃത്തുക്കൾ ഇക്കാര്യം പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തു. ഷാഹുലിനെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു ഷിംന. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിയാൻ ഇയാൾ പലതവണ ഷിംനയെ ഫോണിൽ വിളിച്ചിട്ടും ഷിംന ഫോൺ എടുക്കാത്തതാകാം ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം.
കൊലപാതകത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണത്തെക്കുറിച്ചും നടത്തുകയാണ്. ഷിംനയെ ഷാഹുലും മുൻപും ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്നും വീടിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കളും സഹോദരനും സ്ഥിരീകരിക്കുന്നു. ഇതിനെ തുടർന്നാണ് സ്വന്തം വീട് വിട്ട് ഷിംന വാടക വീട്ടിലേക്ക് താമസം മാറിയത്. പോലീസ് എന്തായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ. അടൂർ പട്ടാഴിമുക്ക് വാഹനാപകടത്തിൽ അധ്യാപികയും സുഹൃത്തും മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. നൂർനാട് സ്വദേശിനി അനുജയെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയായ ഹാഷിമിന്റെ ലക്ഷ്യമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം സംബന്ധിച്ചാണ് പല സംശയങ്ങളും ഉയരുന്നത്. കേസിൽ ദുരൂഹതകൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് മരിച്ച അനുജയുടെ പിതാവ് രവീന്ദ്രൻ പോലീസിൽ പരാതി നൽകി. അതേസമയം അനുജയും ഹാഷിമും തമ്മിലുള്ള ഫോൺ സന്ദേശവും വാട്സപ്പ് ചാറ്റുകളും കേസിന്റെ ഭാഗമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇരുവരും സഞ്ചരിച്ച കാർ മനഃപൂർവ്വം ഇടിച്ചുണ്ടാക്കിയ അപകടമാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ട്രക്ക് ഡ്രൈവറെ കേസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടൂർ പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ മരിച്ച അധ്യാപിക അനുജയുടെ പിതാവ് രവീന്ദ്രൻ നൂർനാട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. മകളുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണമെന്നാണ് ആവശ്യം. നൂർനാട് മറ്റപ്പള്ളിയിലെ വീട്ടിൽ പിതാവിനും സഹോദരനും ഒപ്പമായിരുന്നു അനുജയുടെ താമസം. അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ച് ഈ മാസം 30-ന് താമസം മാറാനിരിക്കുകയാണ് മരണം. നൂർനാട് നിന്നും അനുജ കായംകുളത്തെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന വിവരം ഹാഷിം അറിഞ്ഞതോടെ ആസൂത്രിതമായി വാഹനാപകടമുണ്ടാക്കി അനുജയെ കൊലപ്പെടുത്തിയതാകാമെന്നാണ് കുടുംബത്തിന്റെ സംശയം. അനുജയ്ക്ക് ഹാഷിമുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയില്ലായിരുന്നെന്നും ഇവർ പറയുന്നു. സംഭവ ദിവസത്തെ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഇരുവരുടെയും ഫോൺ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനിടെ ട്രക്ക് ഡ്രൈവറെ കേസിൽ നിന്നും ഒഴിവാക്കി. RTO എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിൽ അനുജയും ഹാഷിമും സഞ്ചരിച്ച കാർ മനഃപൂർവ്വം ഇടിച്ചുണ്ടാക്കിയ അപകടമാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. അമിത വേഗത്തിലായിരുന്ന കാറിന്റെ ബ്രേക്ക് ഉപയോഗിച്ചില്ലെന്നും ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് പലരുടെയും ജീവിതം തകർക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ഉണ്ടെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം വേർപിരിഞ്ഞ് ജീവിക്കുന്ന കാഴ്ച. വയനാട് മേപ്പാടിയിൽ യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിലും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളെന്നാണ് സൂചന. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ കെ ഫെലിസ് നസീറിനെ ആശുപത്രി ക്യാമ്പസിലെ വസതിയിലാണ് തൂങ്ങ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസം മുൻപ് ഇവർ വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. ായ ഡോക്ടർ കെ ഫെലിസ് നസീർ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആശുപത്രി ക്യാമ്പസിലെ വസതിയിലാണ് ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസം മുമ്പാണ് ഫെലിസ് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയത്. മുൻ ഭർത്താവും ഡോക്ടറാണ്. ഇദ്ദേഹം പുനർവിവാഹം കഴിച്ചെന്നാണ് സൂചന. മുൻ ഭർത്താവുമായി ഫെലിസിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും പോലീസ് സൂചിപ്പിക്കുന്നു. ഇവർക്ക് ഒരു കുട്ടിയുണ്ട്. കോഴിക്കോട് ഫറോക്ക് സ്വദേശി നസീറിന്റെ മകളാണ് ഡോക്ടർ ഫെലിസ്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിവാഹമോചനത്തിന് ശേഷം യുവതി മാനസിക സമ്മർദ്ദത്തിലായിരുന്നെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 വയനാട്. നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന പല കൊലപാതകങ്ങളും അക്രമങ്ങളും പരിശോധിച്ചാൽ അതിന് പിന്നിൽ നിസ്സാര കാരണങ്ങളായിരിക്കും. കൊച്ചിയിൽ ഒരാളുടെ ജീവനെടുത്തത് വീട്ടിലെ വളർത്തുനായയെ കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ്. ഹൈക്കോടതിയിലെ ഡ്രൈവറായ വിനോദിനെ 4-അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കൊച്ചി മുല്ലശ്ശേരി കനാലിന് സമീപം താമസിക്കുന്ന വിനോദിനെ കൊലപ്പെടുത്തിയ കേസിൽ
പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരായ 4 പേരും തപാൽ വകുപ്പിലെ ജീവനക്കാരാണ്. കഴിഞ്ഞ മാർച്ച് 25-നാണ് വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ട മർദ്ദന സംഭവം അരങ്ങേറുന്നത്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സതീഷ് നൈനാന്റെ ഡ്രൈവറാണ് വിനോദ്. വിനോദിന്റെ വീട്ടിലെ വളർത്തുനായ പുറത്തുകൂടി പോയ 4 ഇതര സംസ്ഥാന തൊഴിലാളികളെ കണ്ട് കുരയ്ക്കുകയും അതേ തുടർന്ന് അവർ നായയെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ് ആക്രമിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്യാൻ ചെന്ന വിനോദിനെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആക്രമിച്ചത്. ഇതേ തുടർന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ക്രൂരമർദ്ദനത്തിനാണ് വിനോദ് ഇരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സ്വദേശി അശ്വിനി ഗോൾക്കർ, ഗാസിയാബാദ് സ്വദേശി കുശാൽ ഗുപ്ത, ഹരിയാന സ്വദേശി ദീപക്, രാജസ്ഥാൻ സ്വദേശി ഉൽകർഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അശ്വിനി ഗോൾക്കറാണ് വിനോദിനെ ക്രൂരമായി മർദ്ദിച്ചത്. വിനോദിന്റെ കഴുത്തിലൂടെ പിന്നോട്ട് വലത് കൈയിട്ട് ചേർത്ത് പിടിക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്തു. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിലച്ചതോടെയാണ് വിനോദ് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കായത്. കഴിഞ്ഞ ഒരാഴ്ചയായി വിനോദ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇടുക്കി അഞ്ചുരുളി ജലാശയത്തിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശിനി ഏഞ്ചൽ എന്ന് വിളിക്കുന്ന അഞ്ജലിയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പാമ്പാടും പാറയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും പോയ അഞ്ജലിയെ പിന്നീട് കാണാതായി. ജലാശയത്തിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആത്മഹത്യയാണെങ്കിൽ അതിനുള്ള കാരണം പോലീസ് കണ്ടെത്തണം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. ഞായറാഴ്ച വൈകിട്ട് പാമ്പാടും പാറയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് പോയ അഞ്ജലിയെ പിന്നീട് കാണാതായിരുന്നു. കോമ്പയാറിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും ഇറങ്ങിയത്. വീട്ടിൽ സമയത്തെത്താതെ വന്നതോടെ വീട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അഞ്ജലി അഞ്ചുരുളി ഭാഗത്ത് എത്തിയതായി വ്യക്തമായി. ഇവിടെ നടത്തിയ പരിശോധനയിൽ യുവതിയുടെ ബാഗും ഫോണും ജലാശയത്തിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പുലർച്ചെ മൃതദേഹം അഞ്ചുരുളി ടണലിന് സമീപത്ത് കണ്ടെത്തിയത്. ഇടുക്കി ഡാമിന്റെ ഭാഗമായ അഞ്ചുരുളി ഭാഗത്തെ ജലാശയത്തിൽ ചാടി ജീവനൊടുക്കിയതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അഞ്ജലിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജീവനൊടുക്കിയതാണോ എന്നതടക്കം അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം എത്രയോ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഈ പകൽ എറണാകുളം അങ്കമാലി MC റോഡിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെ ഉണ്ടായ അപകടമാണ് ഇതിൽ ഒടുവിലത്തേത്. വേങ്ങൂരിൽ വെച്ചാണ് ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ബസ്സിന്റെ അടിയിൽപ്പെട്ടത്. എറണാകുളം കാക്കനാട് സ്വദേശി ഹരിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്കമാലിയിൽ നിന്നും കാലടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിൽ കലാശിച്ചത്. അങ്കമാലിയിൽ നിന്ന് കാലടി ഭാഗത്തേക്ക് വരികയായിരുന്ന ജീസസ്, ലിറ്റിൽ ഫ്ലവർ എന്നീ സ്വകാര്യ ബസ്സുകളാണ് അമിത വേഗതയിൽ മത്സരിച്ചോടിയത്. രാവിലെ 11:40 സംഭവം. അതിനിടെ വേങ്ങൂർ ഡബിൾ പാലത്തിന് സമീപം നിർത്തിയിട്ട ബസ്സിന് പിന്നിലേക്കാണ് അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് ഇടിച്ചു കയറ്റിയത്. നിയന്ത്രണം വിട്ട ബസ് മറ്റൊരു കാറിലും ഇടിച്ചു. ബൈക്ക് യാത്രികൻ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് രോഷാകുലരായ ബസ്സിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് റോഡിൽ നിന്നും മാറ്റാതെ ബസ് തടഞ്ഞിട്ടു.
അങ്കമാലി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബസ് മാറ്റാൻ നാട്ടുകാർ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി. പിന്നീട് അങ്കമാലിയിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി നാട്ടുകാരെ മാറ്റി ബസ് റോഡിൽ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ അപകടത്തെ തുടർന്ന് ഇറങ്ങി ഓടിയെന്നും ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും യാത്രക്കാർ പറയുന്നു. ഇതിലിപ്പോൾ പറയണതിന് ബ്രേക്ക് ഇല്ലാന്ന് പറയണേ. വെഹിക്കിൾ ടെസ്റ്റ് ചെയ്തിട്ട് ഈ അവിടെ നിന്ന് വന്ന വണ്ടി അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി ഇവിടെ വന്നപ്പോൾ നിന്നൂലോ. അപ്പൊ അതിന് ബ്രേക്ക് ഉണ്ടായിട്ടല്ലേ അവിടെ വന്നത്. അപ്പൊ പിന്നെ ബ്രേക്ക് ഇല്ലാന്ന് പറയണേ വെഹിക്കിൾ ടെസ്റ്റ് ചെയ്തോട്ടെ. അങ്കമാലിലൊരു സാധനം വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഈ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ ബസ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ആളിറക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വന്നായിരുന്നു. ഒരു ക്യാപ്പില്ലാത്ത കാരണം ഞാൻ എൻ്റെ ബാക്കിൽ നിർത്തിയിട്ടേക്കായിരുന്നു. എന്നെ നിർത്തിയിട്ടേക്കണ വണ്ടിയുടെ ബാക്കിലാണ് അവൻ വന്നിട്ട് ഇടിച്ചത്. എൻ്റെ വണ്ടിയുടെ ബാക്കിലായിട്ട് വേറെ ബൈക്കുകാരനുണ്ടായിരുന്നു. അവൻ ഇടിച്ചിട്ട് ആ ബൈക്കും ആളും കൂടി ആ വണ്ടിയുടെ മറ്റേ നിർത്തിയിട്ട ബസ്സിൻ്റെ അടിയിലേക്ക് കയറിപ്പോയി. ഭയങ്കര സ്പീഡിലാണ് ഇവർ രണ്ടുപേരും വന്നുകൊണ്ടിരുന്നത്. എന്നെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയതാണ് ഈ ബസ്, ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ ബസ്. അതിൻ്റെ പുറകെയാണ് ഇവൻ വന്നത്. എന്നെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയിട്ടാണ് ഇവർ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയിട്ടത് ഈ ബസ്സുകാരൻ. അതിന്റെ പുറകിൽ വന്നതാണ്. ബസ്സിലുള്ള യാത്രക്കാരനോട് പറഞ്ഞു ഭയങ്കര സ്പീഡിനല്ല, വന്ന വഴിക്ക് ടൗണിൽ വെച്ചിട്ട് പോസ്റ്റുമ്പോൾ തട്ടിയിട്ടൊക്കെയാണ് വന്നേതാ പറഞ്ഞു. അപകടത്തിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത്. ബസ് ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. പോലീസ് സേനയിലെ ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. കേരളത്തിലെ പല സ്റ്റേഷനുകളിൽ നിന്നും ഇത്തരം പരാതികൾ കേൾക്കാറുണ്ട്. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണ സംഭവത്തിന് പിന്നിലും മേലുദ്യോഗസ്ഥന്റെ മാനസിക പീഡനമെന്ന് പരാതി. ASI അസീസിനെ പുതിയതായി ചാർജ് ഏറ്റെടുത്ത SI മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് തലകറങ്ങി വീണുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിവരമറിഞ്ഞെത്തിയ അസീസിന്റെ മകനെ SI അധിക്ഷേപിച്ചതായും SP അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പുതിയതായി ചാർജ് എടുത്ത അന്തിക്കാട് SI പ്രവീൺ സ്റ്റേഷനിലെ ASI MK അസീസുമായി തർക്കം തുടങ്ങിയിട്ട് ദിവസങ്ങളായതായി പറയുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം രാവിലെ SI സ്റ്റേഷനിലെത്തിയ അസീസിനെ വഴക്കു പറഞ്ഞിരുന്നു. GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസീസിനെ CI തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചതാണ് SIയെ പ്രകോപിപ്പിച്ചത്. തിരിച്ചെത്തുമ്പോൾ SI അധിക്ഷേപിക്കുമെന്ന് മനസ്സിലാക്കിയ അസീസ ജീപ്പിൽ വന്നിറങ്ങുമ്പോൾ മുതൽ മൊബൈൽ ക്യാമറ ഓണാക്കിയിട്ടു. സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ SI പ്രവീൺ ASIയെ ശകാരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അസീസ് സൂപ്പർ പോലീസ് ആവണ്ട, പണിയെടുക്കാനാണ് നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെയും SI പറയുന്നുണ്ട്. തുടർന്ന് തലകറക്കമുണ്ടായ അസീസിനെ സ്റ്റേഷനിലെ പോലീസുകാർ ചേർന്ന് പുത്തൻപീടിക ആശുപത്രിയിലും തുടർന്ന് ഒളരി മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അസീസ് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അസീസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതറിഞ്ഞ് സ്റ്റേഷനിൽ അന്വേഷിച്ചെന്ന അസീസിന്റെ മകനെയും SI അധിക്ഷേപിച്ചതായി കുടുംബം ആരോപിച്ചു. SP അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി. ശിരസറ്റ് പോയാലും നെഞ്ചുവിരിച്ച് നട്ടലുയർത്തി നടക്കണം എനിക്ക് എന്ന് അസീസ് കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഇതടക്കം SIയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഡ്യൂട്ടിയിലെ കാര്യക്ഷമതയില്ലായ്മ ചോദ്യം ചെയ്യുകയാണുണ്ടായതെന്നാണ് SIയുടെ വിശദീകരണം. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് ജില്ലയിൽ നാട്ടുകാർക്കിടയിൽ ഭീതി പരത്തിയ മോഷ്ടാവാണ്
മരവടിക്കള്ളനായ മുഹമ്മദ് അബ്ദുൽ ഹാദി. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ ഇയാളെ ഒടുവിൽ പോലീസ് പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ ഹാദിയെ സേലത്ത് നിന്നാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പകൽ നേരത്ത് എക്സിക്യൂട്ടീവായി എത്തി പുരുഷന്മാരില്ലാത്ത വീടുകൾ മനസ്സിലാക്കി രാത്രിയിൽ ജനൽ വഴി മരവടി അകത്തു കടത്തി കവർച്ച നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. ജനുവരി 25 പുലർച്ചെ കാസർഗോഡ് കീക്കാനം ചേറ്റുകുണ്ടിലെ രമ്യയുടെ വീട്ടിൽ നടന്ന കവർച്ചയിലാണ് മുഹമ്മദ് അബ്ദുൽ ഹാദി ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. വീടിന്റെ കിടപ്പുമുറിയിലെ മേശയുടെ മുകളിൽ വെച്ചിരുന്ന ലേഡീസ് ബാഗിൽ സൂക്ഷിച്ച 1,81,500 രൂപ വില വരുന്ന സ്വർണമാലയും 1/4 പവൻ തൂക്കം വരുന്ന സ്വർണമോതിരവും 1,500 രൂപയുമാണ് കവർന്നത്. മരവടി ഉപയോഗിച്ച് ജനൽ വഴി ബാഗ് എടുത്തായിരുന്നു കവർച്ച. ഈ വീട്ടിലെയും കോട്ടക്കുന്നിലെ ചായക്കടയിൽ നിന്ന് ലഭിച്ച CCTVയിലെയും ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രതി തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇയാൾക്കെതിരെ ഇവിടെയും കവർച്ചാ കേസുണ്ടെന്നും വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സേലത്ത് മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ഇയാളെ അവിടെ നിന്നുമാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കവർന്ന 1.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണം വിൽപ്പന നടത്തിയ കണ്ണൂരിലെ ജ്വല്ലറിയിൽ നിന്നും ബേക്കൽ പോലീസ് കണ്ടെടുത്തു. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് മുഹമ്മദ് അബ്ദുൽ ഹാദി കീക്കാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെത്തിയത്. സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതോടൊപ്പം വീട്ടുവിശേഷങ്ങളും ചോദിച്ചറിയും. ഇതിനിടെ പുരുഷന്മാരില്ലാത്ത വീടുകൾ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെയാണ് കീക്കാനത്തെ വീട്ടിൽ കവർച്ച നടത്തിയതും. ബേക്കലിലെത്തിച്ച മുഹമ്മദ് അബ്ദുൽ ഹാദിയെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. ആലപ്പുഴ, തിരുവനന്തപുരം ഉൾപ്പെടെ ഒട്ടേറെ സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. ഡ്രൈഡേ ദിവസങ്ങൾ അനധികൃത മദ്യവിൽപ്പനക്കാർക്ക് ചാകരയാണ്. ഇടുക്കിയിൽ ഏറെക്കാലമായി അധികൃതരെ വെട്ടിച്ച് അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയിരുന്ന ഒരു വിരുദ്ധനെ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ചെമ്മണ്ണാർക്കരയിൽ താമസിക്കുന്ന കൊച്ചുപുരയ്ക്കൽ സിജോ അബ്രഹാമാണ് പിടിയിലായത്. ലോക്സഭാ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം ചെമ്മണ്ണാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് സിജോ എബ്രഹാം പിടിയിലായത്. 18 ലിറ്റർ മദ്യവും മദ്യം ശേഖരിച്ചു വെച്ച വിൽപ്പന നടത്തിയിരുന്ന ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ആവശ്യക്കാർ മൊബൈലിൽ വിളിച്ചാൽ ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ സ്ഥലത്തെത്തി വിൽപ്പന നടത്തുന്നതായിരുന്നു സിജോയുടെ പതിവ്. ഡ്രൈഡേ ദിവസമായ 1-ാം തീയതി 1/2 ലിറ്റർ മദ്യത്തിന് 700 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് വാഹനമടക്കം പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടിച്ചത്. ഇലക്ഷൻ സെഷനോടനുബന്ധിച്ച് ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് പാർട്ടി ചെമ്മണ്ണാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഓട്ടോയിൽ മദ്യം വിൽപ്പന നടത്തി വന്ന ചെമ്മണ്ണാർക്കരയിൽ എബ്രഹാം മകൻ സിജോ എന്നയാളെ 36 കുപ്പി മദ്യവുമായി പിടികൂടി. TN KSBC ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങി ശേഖരിച്ച് അവധി ദിവസങ്ങളിൽ 700 രൂപ നിരക്കിൽ അമിതലാഭം കിട്ടുന്നതിന് വേണ്ടി വിറ്റുവരികയാണ് പതിവ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG രാധാകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ നൌഷാദ് M, മീരാൻ KS, ജോഷി BJ, അരുൺ MS, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രേഖ G എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ കോൺഗ്രസ് നേതാവിനെ സഹപ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കടകംപള്ളി മണ്ഡലം സെക്രട്ടറി BS ദീപുവിന്റെ പരാതിയിൽ പേട്ട പോലീസ് കേസെടുത്തു. ബലാത്സംഗ കേസിൽ വ്യാജരേഖ ഹാജരാക്കി മുൻകൂർ ജാമ്യം നേടിയ മലയങ്കീട് മുൻ SHO AV സൈജുവിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ ഡോക്ടറുടെ ഹർജിയിലാണ് നടപടി. എറണാകുളത്ത് മുളകുപൊടി കണ്ണിലെറിഞ്ഞ് വൃദ്ധയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച യുവാവ് അറസ്റ്റിൽ. ചേന്നമംഗലം കിഴക്കുംപുറ സ്വദേശി ഷാജഹാനെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്.
കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ്. എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ലെന്നാണ് വർഗീസിന്റെ നിലപാട്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് ബംഗളൂരുവിൽ പെൺ സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊന്നു. ബംഗാൾ സ്വദേശിനി ഫരീദ ഖാത്തൂനാണ് കൊല്ലപ്പെട്ടത്. പ്രതി റഹാൻ അഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കേരളത്തിലെ പല കൊലപാതക കേസുകളും ആത്മഹത്യകളും പരിശോധിച്ചാൽ കുടുംബ പ്രശ്നങ്ങളാണ് അതിന് കാരണം. കാസർഗോഡ് അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ വാർത്തയും മൂവാറ്റുപുഴയിലെയും അടൂരിലെയും യുവതികളുടെ മരണവും ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ കഴിയില്ല. ബന്ധങ്ങളിലെ വിള്ളലാണ് പലരുടെയും ജീവിതം തകർച്ചയിലെത്തിക്കുന്നത്. കുടുംബ ബന്ധങ്ങളും സൗഹൃദവും ഊഷ്മളമായാൽ ജീവിതം എത്ര സുന്ദരമായിരിക്കും. നമ്മുടെ ജീവിതത്തിലും ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ പരസ്പര വിശ്വാസവും സ്നേഹവുമാണ് ഉണ്ടാകേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.